അങ്ങനെ ജർമ്മനിയില് വേബർ ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു പഴയ സൈക്കിള് പുള്ളി എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെന്റിന്റെ കോൺട്രാക്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയമായി. അതിനുള്ള പാക്കിംഗ് ആട്ടോ ഈ നടന്നുകൊണ്ടിരിക്കണ്. ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവാൻ പോണേക്കാളും ഒരാഴ്ച മുമ്പ് വേബറിന്റെ അടുത്ത് പോയായിരുന്നു കേട്ടോ ഈ കാര്യം പറയാനായിട്ട്. അപ്പൊ പുള്ളി എൻ്റെ ഒരു സൈക്കിൾ ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സൈക്കിൾ എനിക്ക് അന്നേരന്ന്. പിന്നെ പുള്ളി എനിക്ക് സൈക്കിൾ തരാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിട്ടോ. പുള്ളിക്കാരനെ ഒരു 3-4 ദിവസം സമയം എടുത്ത് നല്ല പക്കയായിട്ട് അത് ക്ലീൻ ആക്കിട്ടോ. ഒരാഴ്ച പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈമായി. പുള്ളിക്കാരനപ്പോൾ താഴെ ഇറങ്ങി വന്ന് എനിക്ക് സൈക്കിൾ എടുത്ത് തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സൈക്കിളൊന്ന് ഓടിച്ചു നോക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിട്ടോ. പിന്നെ പുള്ളിക്കാരൻ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. പുള്ളിക്കാരൻ പറയാ ഞങ്ങൾ ഇവിടുന്ന് പോണേന് പുള്ളിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ. പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമായി. പിന്നെ ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ ട്രാമും പിടിച്ച് ഞങ്ങൾ പുതിയ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടാ. സൈക്കിളിനെ ലോക്കില്ലാത്തോണ്ട് ഞാൻ നേരെ സൈക്കിൾ എടുത്ത് അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് എടുത്തു വെച്ചിട്ടോ. ദേ ഈ കാണന്താട്ടോ അവന്മാരുടെ റൂം. അവന്മാരുടെ ഇഷ്ടത്തിന് ബെഡൊക്കെ മാറ്റി ഇങ്ങനെ ആക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി ഇട്ടു. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി ഇട്ടു. ഏറ്റവും അവസാനമായപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കുഴിമന്തി കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു. കുഴിമന്തിക്ക് ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ശരിയെന്നാ.